ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ മീൻ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. രാവിലെ വരാപ്പുഴ മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ പോണ പോക്കാണ്. സ്റ്റാർട്ട്. ഗൈസ്, ഇവിടെ നിന്നൊരു 10-15 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റോ എടുക്കുകയുള്ളൂ. അപ്പം നമ്മൾ രാവിലെയാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോർമലി നമ്മളിതെല്ലാം ഞായറാഴ്ചയാണ് പോകുന്നത്. ഇപ്പോൾ ഇന്ന് പോകുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ മീൻ കിട്ടാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നത് വളരെ കുറവായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ നാടൻ മീനായ കരിമീനൊക്കെ ഇല്ലേ, കരിമീൻ, ചെമ്മീൻ, അതേപോലെ വരാൽ, ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ അതൊക്കെ ജീവനുള്ളതായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ പോകുന്നത്. പിന്നെ എറണാകുളത്ത് വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ ഇങ്ങനെ ജീവനുള്ള മീൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. ചെമ്മീനൊക്കെ നല്ല ചെമ്മീനായിരിക്കും, കരിമീനൊക്കെ അടിപൊളിയായിരിക്കും, കരിമീനൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും. ഗൈസ്, ഞങ്ങളുടെ സ്ഥലത്ത് എത്തി ഗൈസ്. ഇതാണ് വരാപ്പുഴ മാർക്കറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ല ഫ്രഷ് കരിമീനെ കിട്ടും. ഇതേ കണ്ടോ, ചാടിക്കിടന്ന് പിടക്കണ കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ നല്ല ജീവനുള്ള മീനെ കിട്ടുമെന്ന്. ഫേവറേറ്റ് അതുകൊണ്ടല്ലോ ഇവിടെ നിന്ന് മീൻ മേടിച്ചില്ലേ, രാവന്മാരെ കണ്ടേ കൊടുക്കണം. അവന്മാരതായിട്ട് തരും. കുറച്ച് മീൻ മാത്രം മേടിച്ചുകൊണ്ട് എടി നിലത്ത് മുട്ടുന്ന ചേച്ചു. ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഔട്ട് അടിച്ചിരിക്കുകയാണ്. അതൊക്കെ അങ്ങനെ വീഴും. ഞങ്ങൾ തിരക്കി വന്ന ചൂര കിട്ടിയില്ല. അവസാനം ഞങ്ങൾ 2-3 ലോട്ടറി മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മീനും കുറച്ച് ഉണക്കമീനും. ഗൈസ്, അങ്ങനെ നിരാശയുടെ അങ്ങേറ്റം നിരാശയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഗൈസ്. കാരണം നമ്മൾ തിങ്കളാഴ്ച പോയതുകൊണ്ടാണെന്നായിരിക്കണം തോന്നുന്നത്. നമുക്ക് കറക്റ്റ് വിചാരിച്ച മീനുകളൊന്നും കിട്ടിയില്ല. നമ്മൾ ചൂരയും കേരയും എന്തെങ്കിലുമൊക്കെ അച്ചാറിടാൻ പറ്റിയ മെയിനായിട്ട് വലിയ മീനാണ് ഉദ്ദേശിച്ച് പോയത്. പക്ഷെ അവിടെ ഒന്നുമില്ലായിരുന്നു. അതാണ് ഞങ്ങൾ വീഡിയോ ഫുള്ള് കാണിക്കായിരുന്നത്. അവിടെ ജസ്റ്റ് കരിമീൻ, കുറച്ച് സാധനങ്ങൾ, പിന്നെ കുറേ അല്ലറ മീനുകൾ, കുറേ സാധനങ്ങളൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കരിമീൻ മേടിച്ച്, ചെമ്മീൻ മേടിച്ച്, നമ്മൾ കക്കാറച്ചി മേടിച്ചു, അതേപോലെ തന്നെ അയിലയും കുറിച്ചിലും മേടിക്കുകയും ചെയ്തു. പക്ഷേ ബാക്കി നമുക്ക് മൊത്തത്തിൽ കുറച്ച് ശോകമായിരുന്നു. മൊത്തത്തിൽ നമ്മുടെ എന്താ പറയുക, നമ്മൾ വിചാരിച്ച് പോയി സെറ്റായില്ല. പിന്നെ അടുത്തൊരു ദിവസം സൺഡേ പോയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ മീനും തിരക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇന്ന് മൊത്തത്തിൽ നമുക്കൊരു ശോകം ദിവസമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം വെച്ചാൽ നോർമലി നമ്മൾ സൺഡേ ആണ് പോകാറ്. സൺഡേ നമുക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല. പക്ഷേ സൺഡേ പോയിരുന്നെങ്കിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും കാണാൻ പറ്റിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് എന്താ പറയുക, കുറച്ച് മീൻ മാത്രം മേടിച്ച് പോകുന്നു. അല്ലെങ്കിൽ നമ്മളൊരു 1-1.5 ആഴ്ചത്തേക്കുള്ള മീൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യാറ്. ഇപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് മീൻ മാത്രം മേടിച്ച് പോകുന്നു. കാരണം നമുക്ക് മൊത്തത്തിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും മീനൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അല്ലെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ കാളാഞ്ചിയും കാണാൻ തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല സൈസ് കാളാഞ്ചികളൊക്കെ ജീവനുള്ള സാധനങ്ങളൊക്കെ അവർ അടുക്കി അവിടെ വെച്ചേക്കാൻ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല. ഈ സ്ഥലം നമ്മുടെ അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള അണ്ടർപാസ്സാണ്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഇത് ഫ്രണ്ടിൽ പോണ വണ്ടിയുടെ ലൈറ്റാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ഈ വീഡിയോ ഇച്ചിരി ഷോ ആയിപ്പോയി. എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ പൊളിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.